ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര വന്ന് മക്കളോട് സംസാരിക്കുകയാണ്. ഇവൻ കാരണം എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടു തൊലി ഉരിഞ്ഞ് നിൽക്കുകയാണ്. മോളൊരു കാര്യം ചെയ്യാം, മോളുടെ അച്ഛനെ വിളിച്ചിട്ട് പൈസ തരാനായിട്ട് പറ, 50 ലക്ഷം രൂപ തരാനായിട്ട് പറ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് പറയുക. അപ്പോൾ എനിക്കിപ്പോൾ അച്ഛനെ നേരിട്ട് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ആൻറ്റി, ഞാൻ ഇളയച്ചനെ വിളിച്ച് പറയാം എന്നൊക്കെ പറയുന്നു ശ്രുതിയെ. കേട്ടല്ലോ ഈ പറഞ്ഞത്, നിന്നെ കെട്ടിയതുകൊണ്ട് ഇവള് പെട്ടു, നിന്നെ പ്രസവിച്ചത് കൊണ്ട് ഞാനും പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുക കേട്ടോ. അന്നേരം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകാതെ എല്ലാത്തിനും കാരണം അമ്മയാ എന്നും പറഞ്ഞുകൊണ്ട് ഞാനോ അമ്മ തന്നെയാണെന്ന് പറഞ്ഞു. ഞാനെന്താടാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്നെ പ്രസവിച്ചതോടെ അമ്മ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു എന്ന് ശ്രുതി പറയുക കേട്ടോ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. അന്നേരം സച്ചിയെ പ്രസവിച്ചതാ എല്ലാത്തിനും പ്രശ്നമെന്നും പറഞ്ഞ് ശ്രുതി പറയുമ്പം പ്രശ്നമേ അവനല്ല, നീ ഒറ്റ ഒരുത്തനാണെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുക. നിന്നെ ഞാൻ പ്രസവിക്കരുതായിരുന്നു എന്നും ചന്ദ്രമതി ശ്രുതിയോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. മോളെ പെട്ടെന്ന് കാശ് അയക്കാൻ പറ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. മോളെ കാശ് എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പൊ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് ശ്രുതിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ തുറിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ കള്ളക്കളിക്ക് ഇതുവരെ നമ്മുടെ ശ്രുതി കൂടെ നിന്നു. ഇപ്പം അതെ ശ്രുതിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രുതി എന്നിട്ട് നിന്ന് ആലോചിക്കുക, ഇനി എന്നാ ചെയ്യുക, ആരോട് ഈ കാശ് ചോദിക്കുമോ എന്നുള്ളൊരിതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഇരുന്ന് അച്ചമ്മയ്ക്ക് കാല് തിരുമ്മി കൊടുക്കുന്നു, അച്ഛന് ചായ കൊടുക്കുന്നു. നമ്മുടെ രേവതി അച്ചമ്മയോട് ചായ വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ചമ്മ വേണ്ടാന്നും പറഞ്ഞു. രേവതി അകത്തേക്ക് കയറിപ്പോയി. എടാ ഓട്ടം വിളിച്ച പൈസ വർക്കല രാജേഷ് തന്നോളാന്ന് ചോദിച്ചു. അതൊക്കെ അച്ഛൻ്റെ കെയർ ഓഫിലുള്ള ഓട്ടോ അല്ലേ, അതൊക്കെ അച്ഛൻ വാങ്ങിച്ചോളാം. സച്ചി പറയുമ്പം അതൊന്നും പറ്റത്തില്ല, ഒന്നാമത് തന്നെ അവൻ നിപ്പിൽ മുങ്ങുന്നവരത്തിനാ, കാശ് വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചോളാമെന്നും പറഞ്ഞെങ്കിൽ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രമതി നീട്ടി, രേവതി എനിക്ക് കോഫി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് കാലും കയറ്റിയിരിക്കുക. അന്നേരം അതെ കപ്പിന് നിന്റെ അടുത്തേക്ക് വരാൻ കാലില്ല, അവള് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, ചെന്നെടുത്ത് കുടിക്കാൻ ചന്ദ്രയോട് അമ്മ പറയുമ്പോൾ അമ്മയോടെ ഉണ്ടായിരുന്നോ, ഞാൻ കരുതി വന്ന ക്ഷീണത്തിൽ ഉറങ്ങി കാണുമെന്ന്. അങ്ങനെ ഉറങ്ങുന്ന ശീലമുള്ളവളൊന്നും അല്ല ഈ കലാവതി. എന്നും 4 മണിക്ക് എഴുന്നേൽക്കും, 6 മണിക്കുള്ളിൽ വയലിൽ പോകും. എന്നെ സഹായിക്കാനേ ആരും ഇല്ലാന്നും നമ്മുടെ അച്ഛമ്മ പറയുക. നിനക്കെന്താ പേടിക്കാനുള്ളത്, നിനക്ക് 3 മരുമക്കളുണ്ടല്ലോ ഇവിടെ, സമയത്ത് വെച്ച് വിളമ്പി മുന്നിൽ തരത്തില്ലേന്നും ചോദിച്ചു. ചിരിക്കുമ്പം അമ്മയ്ക്ക് മരുമകളായി ഞാനില്ലേ എന്ന് ചന്ദ്രമതിയുടെ ഒരു ചോദ്യം. അന്നേരം സച്ചി അച്ഛമ്മേ നാട്ടിൽ പോകുമ്പോഴേ അമ്മയും കൂടെ കൊണ്ടുപോക്കോട്ടോ, എല്ലാ ജോലികളും അമ്മ ചെയ്തു തരും കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരത്തിന് സച്ചിയുടെ നേരെ ഇങ്ങനെ നോക്കുക. അച്ഛമ്മയ്ക്ക് കാല് നീട്ടി അവിടെ ഇരുന്നാൽ മതി എന്നും പറയുമ്പോൾ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ലല്ലേടാ എന്ന് അച്ഛമ്മ അന്നേരം ചോദിക്കുക. എന്നെ ആരും സഹായിക്കേണ്ട, എനിക്ക് വേണ്ടുന്നത് ചെയ്യാൻ ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നു. രാവിലെ തന്നെ അച്ഛമ്മ ഒഴിച്ചിലും പിഴിച്ചിലും തുടങ്ങിയോന്ന് ചോദിച്ചു. സച്ചിമോൻ്റെ കൈ കൊണ്ട് രാവിലെ തന്നെ അതെന്താ ഞങ്ങളുടെ കൈ കൊള്ളത്തില്ല, ഞങ്ങളുടെ കൊണ്ട് തിരുമ്പാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛമ്മ പൊറോട്ട അടിക്കുന്ന കൈയാ, നല്ല കൈപ്പുണ്യം കേട്ടോ എന്ന് നമ്മുടെ വർഷം അതും കേട്ട് പറഞ്ഞുകൊണ്ട് വരുക. അച്ഛമ്മേ എന്നിനി കാലിന് നീര് വരുമ്പോൾ ശ്രീകാന്തിനെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് സച്ചി പറയുവാണേ. അങ്ങനെ തിരുമ്മി കൊടുത്തിട്ട് നമ്മുടെ സച്ചി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നപ്പോൾ നീ ഇവിടെ എന്നാ കാണിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും വേണ്ടെന്ന ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിക്ക്, ഇവിടെ ഉള്ള എല്ലാവർക്കും ജോലിക്ക് പോകണം എന്ന് പറയുമ്പോൾ നിനക്കിവിടെ എന്ത് ജോലിയാണ് ഉള്ളതെന്ന് ചന്ദ്രയോട് അച്ഛമ്മ ചോദിക്കുക. രേവതി അവളുടെ ഭർത്താവിന് ദോശ ഉണ്ടാക്കി കൊടുക്കും, നീ നിന്റെ ഭർത്താവിന് ദോശ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനോ എന്ന് ചോദിച്ച് ചന്ദ്ര ഇരിക്കുക. നീ തന്നെ, വേറെ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. നീയല്ലേ ഇവൻ്റെ ഭാര്യ, അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയോട് ഇവന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറയാൻ പറ്റുമോടീന്ന് ചോദിക്കുക അച്ഛമ്മ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അച്ഛമ്മ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് രേവതി പറയുമ്പം രേവതി മിണ്ടായിരിക്കാൻ പറഞ്ഞു സച്ചി. അച്ഛമ്മ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി, ഇവളിങ്ങനെ അച്ഛമ്മ എല്ലാത്തിലും വന്ന് തലയിടും, അതാ പ്രശ്നം. രേവതി നീ നിന്റെ ഭർത്താവിന് ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി, ചന്ദ്രേ നീ രവിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ചന്ദ്രമതിയോട് പറഞ്ഞു. ചന്ദ്രമതി ഇങ്ങനെ നോക്കും. അപ്പോൾ ശ്രുതി അപ്പോൾ എനിക്ക് ആരുണ്ടാക്കി തരും, ഞാനവിടുന്ന് കഴിക്കുമെന്ന് ചോദിച്ചു വന്നപ്പം നിനക്ക് നിന്റെ ഭാര്യയില്ലേ അവളോട് ഉണ്ടാക്കി തരാൻ പറയാൻ അച്ഛമ്മ പറയുക. അന്നേരത്തേക്കും അത് പിന്നെ അച്ഛമ്മ ശ്രുതിയോ എന്താ അപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വന്നു. ഞാനോ ഒന്നും ചോദിച്ചു. നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, എന്നാ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ അച്ഛമ്മ അങ്ങനല്ല, അത് പിന്നെ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ചിന്തകളെ അത് ബാധിക്കും, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് അല്ലേ, അതെൻ്റെ ബിസിനസ്സിനെയും പ്രോഫിറ്റിനെയും ബാധിക്കും എന്നൊക്കെ പറയുമ്പം അവൾ ഉണ്ടാക്കി തരുന്ന ദോശ കഴിച്ചിട്ട് മതി നിന്റെ ബിസിനസ്. ശ്രീകാന്തേ ഇപ്പം എന്താ അച്ഛമ്മേ
നിന്റെ ഭാര്യയോട് നിനക്ക് ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അന്നേരം അയ്യോ അച്ഛമ്മേ അത് ശ്രീകാന്തിന് ഞാൻ അടുക്കളയിൽ സഹായിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ദോശ ചുടാൻ അറിയില്ല അച്ഛമ്മ എന്ന് വർഷ പറയുക. അത് കേട്ടപ്പം അങ്ങനെയാണ് പഠിക്കുന്നത്, ഉണ്ടാക്കി നോക്ക് എന്ന് വർഷയോട് അച്ഛമ്മ പറഞ്ഞു. അന്നേരം സച്ചി ഭർത്താക്കന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, ഈ ഭാര്യമാർക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുക്കണമെന്ന് അച്ഛമ്മ പറയുക കേട്ടോ. അന്നേരം അല്ല അത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗുഡ് ഐഡിയ ആണ് അച്ഛമ്മ എന്ന് പറഞ്ഞു ശ്രീകാന്ത്. ഈശ്വര ഞാൻ എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ല ഇതൊക്കെ വേണോ അമ്മേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ വേണം, രണ്ടടുപ്പിൽ ഒരേ സമയത്ത് 2 പേരും ദോശ ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് കഴിഞ്ഞോളൂ എന്നും പറയൂ കേട്ടോ. ആദ്യം രവിയും ചന്ദ്രൻ നിങ്ങൾ 2 പേരും അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരെയും കൂടെ അടുക്കളയിലേക്ക് വിടുക. അങ്ങനെ അവർ 2 പേരും കൂടെ അടുക്കളയിലേക്ക് പോകാൻ നോക്കുന്നു. അവിടെ ചെന്ന് ദോശമാവ് എടുത്ത് കലക്കി ഒഴിച്ചൊക്കെ നോക്കും. അപ്പോഴത്തേക്കും മരുമക്കളും മക്കളും എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടെ ഇവർ ദോശ ചുടുന്നത്. അങ്ങനെ 2 പേരും പാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നു. അങ്ങനെ 2 പേരും ദോശ ഉണ്ടാക്കി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അച്ഛമ്മ അവിടെ ഇരിക്കുക. അപ്പോൾ എന്താ എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുന്നേ എന്ന് അച്ഛമ്മ മക്കളോട് ചോദിച്ചു. അന്നേരം വന്നേന്നും പറഞ്ഞു ഇവരിങ്ങ് വിളിച്ചു. അല്ല അമ്മ അച്ഛനോട് മിണ്ടി, അച്ഛൻ അമ്മയോട് മിണ്ടി അച്ഛമ്മേന്ന് സച്ച് പറയാം, 2 പേരും ദോശ ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന് ശ്രീകാന്ത് പറയുക കേട്ടോ. അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ട് രസിക്കണ്ടെന്ന് അച്ഛമ്മ അന്നേരം ഇവരോട് പറഞ്ഞു. നമ്മുടെ അച്ഛനും അമ്മയല്ലേ എന്താ കുഴപ്പം, ഈ സമയം കൊണ്ട് നിങ്ങൾ ആണുങ്ങൾ 3 പേരും പോയി പച്ചക്കറി മുറിക്കാൻ പറഞ്ഞു. അല്ല ഞങ്ങളോ അച്ഛമ്മേ, നിങ്ങൾ തന്നെ എന്താടാ സുധി നിനക്ക് പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധിയും പറഞ്ഞു. എന്നിട്ട് ഇവർ ചെല്ലുക പച്ചക്കറി മുറിക്കാനായിട്ട്. അവർ 3 പേരും അന്നേരം ഇത് നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ കാണിക്കുന്നത് രവിയേട്ടനും ചന്ദ്രനും കൂടെ അകത്ത് ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ സുധി ഇരുന്ന് കരയുക, എന്നാ സവോള അരിഞ്ഞിട്ട് അവനിരുന്ന് കരയുന്നുണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കാണിച്ചു കൊടുക്കുക കേട്ടോ. സുധിയാണ് ഭയങ്കര കരച്ചിൽ. നിങ്ങളെല്ലാവരും കൂടി സവാള കട്ടിയാൻ കരുത്തിക്കുട്ടിയുടെ മുന്നിൽ ഇട്ട് തന്നാലും ചോദിക്കുമ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യോ, എടാ സവോള അരിയുമ്പോൾ കണ്ണ് കെട്ടിയാൽ മതി, കണ്ണിന്ന് വെള്ളം വരത്തില്ലടാ, പറഞ്ഞു കൊടുക്കടാ എന്ന് സച്ചി ശ്രീകാന്തിനോട് പറഞ്ഞു. ആണോ അതെനിക്കറിയില്ലായിരുന്നു, അത് 7 ഡിഗ്രിയിൽ അതില്ലായിരുന്നു അല്ലേ എന്ന് ശ്രീകാന്ത്. അപ്പോൾ ഇനി എത്ര ചാക്ക് സവാള വേണമെങ്കിലും ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കണ്ണെടുത്ത് തോർത്തുകൊണ്ട് അങ്ങ് കെട്ടി. ഇത് നേരത്തെ പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ പൊട്ടൻ അതെടുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് തപ്പുക, കത്തിയും സവാളയും തപ്പുക. എടാ കത്തി എവിടെ, സവാള എവിടാ, കത്തി എവിടെയെന്ന്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി ഇവരുടെ പണി കൊടുത്തതാണെന്ന് മനസ്സിലായില്ല. എന്നിട്ട് സവാള എവിടെയെന്ന് ചോദിച്ചു. സവാള എടുത്ത് കയ്യിലേക്കും കൊടുത്തു. ആദ്യം തന്നെ കയ്യിലേക്ക് മുറിക്കുക, കൈ നീട്ടി വെച്ചിട്ട് കത്തി എടുത്ത് കൈയുടെ വട്ടം ഇങ്ങനെ വെച്ചേക്കുക മുറിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ അതാണ് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ സുധേട്ടാ സവാള കട്ടിയാനാ പറഞ്ഞത്, അല്ലാതെ കയ്യിലെ വിരളല്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അന്നേരത്തേക്ക് കെട്ടിയിരുന്ന തോർത്തടിച്ചിട്ട് അയ്യോ അമ്മേ എന്നും പറഞ്ഞേക്കുക. എടാ എൻ്റെ വിരൽ കട്ട് ചെയ്യുന്ന കാണാനാണല്ലേ നീയൊക്കെ എൻ്റെ കണ്ണ് കെട്ടാൻ പറഞ്ഞത് ചോദിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു ശ്രീകാന്തും സച്ചിയും കൂടെ ഇങ്ങനെ ഇരിക്കുമോ. പിന്നെ കരഞ്ഞ് അവിടെ ഇരുന്നതേ ഇങ്ങനെ സവാള അരിഞ്ഞ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി ദോശ ചൂടാൻ അടുക്കളയിൽ കയറി. അത് കണ്ടുകൊണ്ട് ശ്രുതി ചൂടാനായിട്ട് നോക്കുക. ശ്രുതി ദോശമാവ് ഒഴിക്കുമ്പോൾ ദോശ എങ്ങനെയാണ് വലുതാവുന്നതെന്ന് ശ്രുതി ചോദിച്ചു. അത് വെള്ളവും കൊടുക്കുക, അപ്പോൾ അത് വളർന്ന് വലുതായിക്കോളൂ എന്ന് ശ്രുതി പറയാട്ടോ. അതിനിത് മൂവാണ്ടമാവൊന്നും അല്ലല്ലോ ദോശമാവല്ലേ എന്ന് ശ്രുതി ചോദിക്കാം. ഇങ്ങനെ താ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ പരത്തണം, അപ്പോൾ ദോശ വലുതാവുമെന്ന് പറഞ്ഞു. ഇതുപോലെ സർക്കിളാക്കാൻ ഇത്തിരി പാടാണല്ലേ, അത് ശ്രുതിയാണ് ആക്കുന്നതെങ്കിലേ ദോശ ശ്രീലങ്കയുടെ ഭൂപടം പോലെ ഉണ്ടാകുമെന്ന് നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു. ഇതൊക്കെ കേട്ട് പുറത്ത് നിന്ന് നമ്മുടെ സച്ചി ചിരിക്കുക. പിന്നെ ഇനി മറിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ എടുത്ത് മറിച്ചിടാൻ ചെല്ലുമ്പോഴത്തേക്കും എന്നെ നീ കാണിക്കണേന്ന് ചോദിച്ചു. നീ അല്ലേ എടുത്ത് മറിച്ചിടാൻ പറഞ്ഞത്, തമാശ കാണിക്കല്ലോ കേട്ടോ ശ്രുതി, എന്നെ മറിച്ചിടാനല്ല പറഞ്ഞത്, ദോശ മറിച്ചിടാനാണെന്നും പറഞ്ഞ് ചട്ടം എടുത്തു കൊടുത്തു. ദോശ മറിച്ചിടാനല്ലേ, അങ്ങനെ അത് മറിച്ചിടാൻ വേണ്ടി കുത്തിയപ്പോഴത്തേക്ക് ആ ദോശ നശിപ്പിച്ച് ഇതെല്ലാം കൂടെ വെട്ടി തൂക്കി കൊടുക്കും ഞാൻ എന്നും പറഞ്ഞ് നമ്മുടെ ഇളയച്ഛൻ്റെ ഡയലോഗും എടുത്തു. അപ്പോൾ നടുക്കുന്ന് കുറച്ച് തോണ്ടി എടുത്തിട്ട് ഇത്രേ കിട്ടിയുള്ളൂ എന്ന് ശ്രുതിയോട് ശ്രുതി പറയാം. ഇതൊക്കെ കണ്ട സച്ചിക്ക് ചിരി അടക്കാൻ മേല, ചിരിച്ചുകൊണ്ട് നിന്ന് ഇതൊക്കെ കാണുക. അപ്പം കല്ലിലുള്ള ബാക്കി ദോശയെ നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം കേട്ടോ. ശ്രുതിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലേ ഇത്, താന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അത് മേടിച്ചു. എന്നിട്ട് അതെല്ലാം കളഞ്ഞിട്ട് ശ്രുതി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാനിവിടുന്ന് പോയാലോ, അയ്യോ അത് വേണ്ട, എന്തായാലും ഒട്ടും വേണ്ട, അച്ചമ്മ പൊക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അച്ചമ്മയും രേവതിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. എൻ്റെ അച്ചമ്മയ്ക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരാതി ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഞാനത് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വാടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുക. അച്ചമ്മയെന്ന് പറഞ്ഞ് ഭയങ്കര ചിരി. ശ്രുതി ഉണ്ടാക്കുന്ന ദോശയല്ല, ദോശ ബുർജിയാണെന്ന് പറഞ്ഞു. പൊട്ടറേട്ടത്തിയല്ലേ കഴിക്കേണ്ടത്, അങ്ങനെ തന്നെ കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരുന്ന് പറയണം. എല്ലാവരും പറഞ്ഞ് ചിരിക്കുക കേട്ടോ. അപ്പോൾ രേവതി ചേച്ചി
എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയത്തില്ല, എനിക്ക് വേണ്ടി ചേച്ചി ഒന്ന് ഉണ്ടാക്കി തരാവോ എന്ന് വർഷ പതുക്കെ രേവതിയുടെ ചെവിയിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഡെയിലി പൂമാല വാങ്ങിക്കാറുണ്ട്, ഇനി മുതലേ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൂമാല മേടിക്കാൻ ഞാൻ മാനേജറോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ടെൻഷൻ ആവാതെ നമുക്ക് ദോശ ഇട്ട് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു രേവതിയെ. അന്നേരത്തേക്കും സച്ചി ഇത് കേട്ടിട്ട് അച്ഛമേ ഇത് സമ്മതിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്താടാന്ന് ചോദിച്ചു. ദേ സ്റ്റുഡിയോയിൽ പൂക്കൾ കൊടുക്കാനുള്ള ഓർഡർ രേവതിക്ക് വർഷ പിടിച്ചു കൊടുക്കുന്നു, അതിന് പകരം രേവതി വർഷയ്ക്ക് ദോശ ഇട്ട് കൊടുക്കും, അത് ശരിയാണോ അച്ഛമേ എന്ന് ചോദിച്ചു. ഇത് സമ്മതിക്കരുത് അച്ഛമേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുക കേട്ടോ. അന്നേരം അതൊന്നും ഇവിടെ പറ്റത്തില്ല കേട്ടോ, വർഷേ നീ തന്നെ ദോശ ചുടണം. സച്ചി അത് പൊളിച്ച് കൈ കൊടുത്തു. അപ്പോൾ ശ്രുതിയേട്ടൻ അറിയാത്തത് കൊണ്ടാണ് ശ്രുതി എടുത്ത് ചുട്ടത്. വർഷേ നീ തന്നെ ചുടണം കേട്ടോ എന്ന് ശ്രീകാന്തും പറഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചുടാം, അത് കഴിക്കേണ്ടത് ശ്രീകാന്ത് ആണല്ലോ, അനുഭവിച്ചോ അത് നമ്മുടെ വർഷ പറയുമ്പോൾ ശ്രീകാന്ത് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കണം. എന്തായാലും നല്ല രസമായിട്ട് അവർ ദോശ ചുടുന്നു. പിന്നെ നമ്മുടെ ശ്രീകാന്ത് ദോശ ചുട്ടു, വർഷയെ കൊണ്ട് ദോശ ചുടിക്കുക. ദോശ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദോശ. അവസാനം ഇത് കണ്ട് സഹിക്കാൻ മേലാതെ ശ്രീകാന്ത് വർഷയുടെ കയ്യെ പിടിപ്പിച്ച് ദോശ ചുടിയിക്കുക. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ വർഷയെ കൊണ്ട് ദോശ ചുടിയിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയുടെ ദോശ അങ്ങ് ശരിയായി. അപ്പോൾ ദോശ മറിച്ചിടാൻ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ദോശ എടുത്ത് തിരിച്ചു വെക്കുക. എടി ദോശക്കല്ല് മറിച്ചിടാനല്ല പറഞ്ഞു, ദോശ മറിച്ചിടാനാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അതും മറിച്ചിടാൻ പഠിപ്പിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ദോശ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയും സച്ചിയുടെ ഊഴം വന്നു, അവർ രണ്ടുപേരും കൂടെ ദോശ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു സാധനം കൂടെ ചേർക്കുമെന്ന് പറഞ്ഞു സച്ചി. അതെന്താ ചേർക്കാമെന്ന് രേവതി ചോദിക്കുമ്പം അത് പിന്നെ സീക്രട്ട് ആണെന്ന് പറഞ്ഞു. നീ കണ്ണടയ്ക്ക്, നീ കാണണ്ടാന്ന് പറഞ്ഞു, നീ അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി പറഞ്ഞിട്ട് രേവതി കണ്ണടച്ചു. രേവതി കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ രേവതിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ച് കൊടുത്തു. അപ്പോഴേക്ക് എടാ കള്ളാന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയട്ടെ ഞാൻ പറയുമെന്നും പറഞ്ഞിരിക്കാം. അപ്പം അച്ഛമ്മ ചോദിച്ചു ഇവരോടെ ഒച്ച കേട്ടപ്പോൾ എന്താ അവിടെയെന്ന്. ഒന്നുമില്ല അച്ഛമ്മയെന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുക. സച്ചൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ അവിടെ നിന്ന് പറയൂ കേട്ടോ. താങ്ക് യു എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അയ്യോ എൻ്റെ ദോശ എന്ന് പറഞ്ഞു രേവതി പിന്നെ ദോശ ഇടാൻ നോക്കി. അപ്പോൾ ആരും വന്നില്ല, കണ്ടില്ലെന്ന് പറഞ്ഞ് സച്ചി നിൽക്കുമ്പോൾ സച്ചിയുടെ ദോശയും കരിയാൻ തുടങ്ങി. ഇത് എടുക്ക് സച്ചേട്ടാന്ന് പറഞ്ഞ് ചട്ടവും എടുത്ത് സച്ചിക്കും കൊടുത്തു. ആ സമയത്ത് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആണുങ്ങളെല്ലാവരും കൂടെ അടുക്കളയിൽ കയറി പാചകത്തോട് പാചകം. അപ്പോൾ സുധി ഇതിനൊന്നും നിൽക്കുന്നില്ല. സുധി ഇങ്ങനെ അവിടെ ഇവരെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്തുള്ള വിടുവായത്തരമൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഉപ്പ് തപ്പിയപ്പോൾ ഉപ്പ് കിട്ടുന്നില്ല. കാരണം എന്താ, ഉപ്പും കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ സുധി അവിടെ ഇരിക്കുക. ഞാൻ എപ്പോഴും ഉപ്പിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കും എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് സുധി ശ്രീകാന്തിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഈ കറിയിൽ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സുധിയാണെങ്കിലോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇട്ടതിൻ്റെ ബാക്കിയായിട്ട് കുറേ ഉപ്പെടുത്ത് കറിയിലേക്ക് ഇടാനായിട്ട് സുധി നോക്കി. അയ്യോ ഇനി എന്തിനാ ഉപ്പിടുന്നത്, ഞാൻ ഉപ്പിട്ടല്ലോ അത് മതിയെന്ന് പറഞ്ഞു. അല്ല അത് നിൻ്റെ ഭാഗമായി, എൻ്റെ ഭാഗം കുറച്ച് കൂടി ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ കറിയിൽ ഏട്ടൻ കഴിക്കുമ്പോൾ ഇട്ടാൽ മതി, ഇതിലെന്തായാലും ഉപ്പിടണ്ട കേട്ടോ എന്ന് ശ്രീകാന്ത് സുധിയോട് പറഞ്ഞു. അപ്പോൾ സച്ചി എല്ലാത്തിലും അതിൻ്റേതായ അളവുണ്ട് ദാസാ എന്ന് പറയാം കേട്ടോ സുധിയോട്. അതെ ഞാൻ ആരുടെയും ദാസനൊന്നും അല്ല, മുതലാളിയാണ് മുതലാളി എന്ന് സുധി സച്ചിയോട് പറയുമ്പം ഇങ്ങനെയാണ് പോകുന്നതെങ്കിലേ കുറച്ച് നാൾ കഴിയുമ്പോൾ മുതലാളി തൊഴിലാളി ആകുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ എടാ നിന്റെ കരുനാക്കടുത്ത് വളയ്ക്കാതെടാ, ഒരു മനുഷ്യന് നന്നാവുന്നത് ഇഷ്ടമല്ല എന്നും പറഞ്ഞായി പിന്നെ സുധി. അപ്പോഴേക്ക് അരപ്പരച്ച് നമ്മുടെ സച്ചി ശ്രീകാന്തിന് കൊടുത്തു. ശ്രീകാന്ത് ആ അരപ്പ് ആ കറിയിലേക്ക് ചേർത്തു. അങ്ങനെ അവർ കറിയൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയുള്ള കളറിലും ഇതിലൊക്കെ ആക്കി വെച്ചേക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സുധിക്ക് നാവിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുക. നല്ല മണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കൊതി വിടുക കേട്ടോ. അപ്പോഴത്തേക്കും സച്ചിക്ക് രുചി നോക്കാനായിട്ട് ശ്രീകാന്ത് കൊടുത്തു. എടുത്ത് രുചി നോക്കിയപ്പോൾ കൊള്ളാമോന്ന് ചോദിച്ചു. അടിപൊളിയാന്ന് പറഞ്ഞു. കുറച്ച് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ശ്രുതിയുടെ കൈ മൊത്തം പൊള്ളി. കൈ പൊള്ളി എന്തൊരു ചൂടാടാ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക. എടാ സൂപ്പർ ടേസ്റ്റ് ആടാന്ന് പറഞ്ഞ് സച്ചി നേരം കഴിച്ചു. നീയേ ഒന്നൊന്നര കുക്കാട്ടോടാ എന്ന് സച്ചി ശ്രീകാന്തിനോട് പറയൂ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് അത് ഭയങ്കര അങ്ങ് ഇഷ്ടമായി. ശ്രീകാന്ത് സന്തോഷമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പൊള്ളിയ കൈ ഊതിക്കൊണ്ട് എൻ്റെ കൈ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സുധിച്ചേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷകരമായ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.